ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചോളികൾ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് കമ്പനിക്കെതിരെ യാതൊരു തരത്തിലുള്ള കേസുകളും ഇല്ല എന്നും കമ്പനിയുടെ ഭാഗമായിരിക്കുന്ന ആരും തന്നെ കേസ് കൊടുത്തിട്ടില്ല എന്നും കേസ് കൊടുത്തവരൊക്കെ പുറമേ നിന്നുള്ളവരാണ്, ഇതിൽ അസൂയ പൂണ്ടിട്ടാണ് അവരൊക്കെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നുമാണ് ഇവർ പാടി നടക്കുന്നത്. എന്നാൽ അതല്ല സത്യമെന്ന് നിരവധി FIRകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ അതൊന്നും അവർ അംഗീകരിച്ച് തരില്ല എന്നാണ് സത്യം. എന്നാൽ ഇന്ന് ഈ കമ്പനിക്കെതിരെ പുതിയൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയിലാണ്, കണ്ണപുരം പോലീസ് സ്റ്റേഷനിലാണ് ആ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായ പ്രതാപനും ശ്രീനാഥ് പ്രതികൾ 10,000 രൂപയ്ക്ക് മുകളിൽ പണം നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുകയും അതിൻ്റെ 3 മടങ്ങ് ലാഭവും തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 14/3/2023 തീയതി പരാതിക്കാരൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ തൃശ്ശൂർ ICICI ബാങ്കിലുള്ള അക്കൗണ്ട് വഴി 10 ലക്ഷം രൂപയും അതിനുശേഷം പല തവണകളിലായി 3,50,800 രൂപയും പരാതിക്കാരനിൽ നിന്നും കൈക്കലാക്കി നാളിതുവരെയായി പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ലാഭവീതം നൽകാതെയും നിക്ഷേപിച്ച 13,50,800 രൂപ പല തവണകളിലായി ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകാതെയും മനഃപൂർവ്വം ചതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു FIRലെ കുറ്റമായിട്ട് പറയുന്നത്. IPC 420, IPC 34 എന്നീ കുറ്റങ്ങളാണ് ഈ ഒരു കേസിലെ പ്രതികൾക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. നമുക്കറിയാം IPC 420 എന്ന് പറയുന്നത് ചീറ്റിംഗ് കേസാണ്. പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഗൂഢമായ ലക്ഷ്യത്തോടെ ചതിക്കുക എന്നുള്ളതാണ്, പണം അപഹരിക്കുക എന്നുള്ളതാണ് ഈ IPC 420 എന്ന് പറയുന്നത്. അതുപോലെ IPC 34 എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ അവരുടെയൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരാളെ ചതിക്കുക, കൂട്ടമായിട്ട് ഒരാളെ ചതിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോരാളും അവരവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്നത് പോലെയുള്ള കുറ്റത്തിന് സമമാണ് എന്നാണ് ഈ ഒരു IPC 34 പറയുന്നത്. അപ്പോൾ ഈ 2 കുറ്റങ്ങളാണ് ചാർത്തപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രതാപിനെയും ശ്രീനാഥിൻ്റെയും മേലെ. അപ്പോൾ ഈ കേസുകളൊക്കെ ഇവർ ഇനി ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാഴ്ചയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവർ കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും ഈ ഒരു കമ്പനി ഇനി തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു യാതൊരു തരത്തിലുള്ള വഴികളും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഇല്ല എന്നതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ കേസിൻ്റെ വഴികൾ ആലോചിക്കുന്നത്. ഇവർ ചെറിയ ലീഡർമാർ ചെറിയ പൈസകളൊക്കെ 10,000 20,000 ഒക്കെ ലീഡർമാർ അത് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വലിയ വലിയ തുകകളൊക്കെ ഇവർ കേസ് കൊടുക്കാൻ തന്നെയാണ് ലീഡർമാരും പറയുന്നത്. എന്തായാലും എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പണം തിരികെ തരാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുത്തോളൂ എന്നാണ് ഇവരെ ചേർത്ത ആൾക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ആൾക്കാരൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചതുപോലെ ചില ആൾക്കാരൊക്കെ അവർ ചേർത്ത ആൾക്കാരുടെ പണം തിരികെ കൊടുക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പാഴ്വാഗ്ദാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് അവരുടെ തന്നെ കമൻറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ പണം കൊടുക്കുന്നത് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവരൊക്കെ പറയുന്നത് ഇനി എല്ലാത്തരം കേസുകളും അവസാനിച്ചാൽ ഞാൻ പൈസ കൊടുക്കുക എന്നാണ്. ഉളുപ്പ് വേണം എന്നാണ് ഇതിന് പറയാനുള്ളത്. നിങ്ങൾ വഞ്ചിച്ച ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് മനുഷ്യനാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കുക എന്നാണ് ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ വാക്ക് മാറ്റിപ്പറയുന്ന എന്ത് വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ പണം പറ്റുന്ന ആൾക്കാരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ചേർത്തവർക്ക് എത്രയും പെട്ടെന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ബൈ.